അടച്ചുപൂട്ടുള്ള വീട് മതി. സ്വന്തമായിട്ടൊന്ന് ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒരു ഇതില്ല, അടച്ചുപൂട്ടില്ലാത്ത റൂം, ആർക്ക് വേണേലും കയറി പോകാൻ പറ്റുന്ന. ഇനി ഞാൻ അവിടെ കിടന്നപ്പോ രാവിലെ എണീറ്റപ്പോ പൂച്ച ഇറങ്ങിപ്പോയി. അങ്ങനെ പല അവസ്ഥകളും ഉണ്ട് ഇവിടെ. ഒന്നുമില്ല, ഞങ്ങൾക്ക് അടച്ചുപൂട്ടുള്ള ഒരു വീട് മതി, വേറൊന്നും വേണ്ട. സുരേഷ് ഗോപി സാറിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ വീഡിയോ കാണുന്നുണ്ട്, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. ഞാൻ ഒത്തിരി വീഡിയോസ് ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടു, സാറ് സഹായിക്കുന്നതൊക്കെ കണ്ടു. ഞാൻ ഇങ്ങനെ കുറെ അന്വേഷിച്ചായിരുന്നു, ഗൂഗിളിലൊക്കെ നോക്കിയായിരുന്നു കോണ്ടാക്ട് ചെയ്യാൻ വല്ല വഴിയുണ്ടെന്ന്. പക്ഷെ കുറെയൊക്കെ ഫേക്ക് നമ്പേഴ്സ് ഒക്കെ കിട്ടി, പക്ഷെ അതൊന്നും ഇതായില്ല. പിന്നെ ഞാൻ 2-3 പേരോട് ചോദിച്ചു, സാറിന്റെ ഇത് എന്തെങ്കിലും ഐഡിയോ, എന്തെങ്കിലും സുരേഷ് ഗോപി സാറിന്റെ ഐഡിയോ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ വല്ല വഴിയോ ഉണ്ടോ എന്ന് വെച്ചാൽ ആരും ഒന്നും പറഞ്ഞു തന്നില്ല. ഗൂഗിളിൽ നോക്കാനേ പറഞ്ഞു. പക്ഷെ ഞാൻ ഗൂഗിളിൽ നോക്കി പല നമ്പരും കണ്ടു. പക്ഷെ ഈ വീഡിയോ സുരേഷ് ഗോപി സാർ കാണുന്നുണ്ട്, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. എന്താ നിങ്ങളുടെ ആവശ്യം? ഞങ്ങൾക്ക് അടച്ചുപൂട്ടുള്ളൊരു വീട്, ഒരു റൂമെങ്കിലും മതി അടച്ചുപൂട്ടായിട്ടുള്ളത്. അതൊന്ന് സഹായിച്ചു തരണം. കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത ആലപ്പുഴ ജില്ലയിൽ ഒരു വീട്ടിലേക്ക് എത്തിയിരുന്നു. 5 പേർ അടങ്ങുന്ന കുടുംബം താമസിക്കുന്ന വീട്. സത്യത്തിൽ അവിടത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന് കണ്ണില്ല എന്ന് തന്നെ പറയാൻ കഴിയും. 4 വർഷം കൊണ്ട് 5 പേർ ജീവിക്കുന്ന വീടിന്റെ കാഴ്ചകൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്നു. സത്യത്തിൽ അവർ തൊഴിൽ കൈകളോടെ പറയുകയാണ്, അവിടുത്തെ MLA കൊണ്ടും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ടും ഒരു ഉപയോഗവുമില്ല. സുരേഷ് ഗോപി ഈ വാർത്ത കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം സഹായിക്കുന്നു. അദ്ദേഹം ഈ വാർത്ത കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സഹായം അവർ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. 2 പെൺകുട്ടികളാണ്. അവർക്ക് തുണി മാറാനോ അവർക്ക് പഠിക്കുവാനോ അവർക്കൊന്ന് പ്രൈവസി ആയിട്ട് ഒന്നിരിക്കുവാനോ കിടക്കുവാനോ ഉള്ള സൗകര്യം പോലും ഇല്ല വീട്ടിൽ. സുരേഷ് ഗോപി ഈ വാർത്ത കാണുകയാണെങ്കിൽ തീർച്ചയായും അവരെ സഹായിക്കും. അവരുടെ വാക്കുകളിലേക്ക് രമേശ് ചെന്നിത്തലയാണ് ഇവിടുത്തെ MLA. കണ്ടിട്ടില്ല, കാണാൻ അവസരം കിട്ടിയിട്ടില്ല നമുക്ക് ഇതുവരെ. പക്ഷെ എന്ത് ചെയ്യാൻ, ഞാനെങ്കിലും ഒരുപാട് രാഷ്ട്രീയ നമ്മുടെ ഇവിടെ ഉള്ള അടുത്തുള്ള നേതാക്കന്മാരോടൊക്കെ വരുമ്പോഴൊക്കെ ഞാൻ കഴിയുകയും ചെയ്യും. ഞങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ട് എന്തെങ്കിലും ഒരു സഹായം, എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് അടച്ചുപൂട്ടുള്ള ഒരു മുറിക്കകത്ത് കിടന്നാൽ മതി എനിക്ക്. ഇതിനകത്തായോണ്ട് ഈ എന്നും അലർജിയും തുമ്മലും, ഇപ്പൊ തന്നെ സ്കൂളിലൊന്നും പോകാൻ പോലും പറ്റത്തില്ല. എപ്പോഴും ശ്വാസം മുട്ടലും അതും ഇതും ഒക്കെ. അതിനകത്തുള്ള അത്ര ഡോക്ടർമാരെ കൊണ്ട് കാണിക്കുമ്പോൾ പറയും നമ്മള് സാഹചര്യം കൊണ്ട് ഈ തണുപ്പും ഇതുമെല്ലാം കാണിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും. തുമ്മല ഭയങ്കര, എന്നും വയ്യ, ഓരോരോ വയ്യാഴികൾ. കൂലിപ്പണിയാ. ഒരു വീട് വെക്കാനുള്ള സാമ്പത്തികമൊന്നും നിങ്ങൾക്ക് ഇല്ല. ഉള്ളത് നുള്ളിപ്പെറുക്കി ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ കാണിച്ച അത്രയും ഇതാ കയ്യിൽ നിന്ന് ഓരോ ദിവസം ഇതുപോലെ പണിയില്ലാതെ വരുമ്പം ഈ അന്ന് വെള്ളപ്പൊക്ക സമയത്ത് നമുക്ക് കിട്ടിയായിരുന്നു, അതാ നുള്ളിപ്പെറുക്കി അത് വെച്ചിരുന്ന് കയ്യിരുന്ന് ഇങ്ങനെ അത് തന്നെ ചെലവായി പോവാ. പിന്നെ ഇങ്ങനെ പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോ നമുക്ക് യാതൊന്നുമേ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോ അപ്പൊ എന്റെ അടുത്തരെങ്കിലും കെട്ടിയിടാൻ ചെല്ലി അത്രയെങ്കിലും അത് ചെയ്ത് വെച്ചത്. 1 വർഷമായി. നമുക്ക് മുമ്പോട്ടുള്ള അത് പറ്റുന്നില്ല. തീരെ തുച്ഛമായതൊരു ഒരു മുറിയെങ്കിലും കെട്ടിയടച്ചത് മേപ്പോട്ട് കൊണ്ടുപോകാൻ അപ്പം നമ്മളിത് പണിഞ്ഞവരോട് പറഞ്ഞപ്പോ ചോദിച്ചു, പറഞ്ഞു അത് മേപ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് പൈസ, ഒരു 5 ലക്ഷം 6 ലക്ഷം രൂപയും കൂടെ കുറെ കൂടെ അങ്ങനത്തെ വേണോ, അതിലെ ഒരു 10 ലക്ഷം രൂപയെല്ലാം കുറഞ്ഞതെങ്കിലും അങ്ങനെ നമുക്കത് കണി കാണാൻ പോലും ഉള്ള ഭാഗ്യം ഇതില്ലാത്തവരാ. അന്നേരം അതിനൊക്കെ ലോൺ എടുത്ത് ചെയ്താലും നിങ്ങൾക്ക് ലോൺ എടുത്ത 2 കുഞ്ഞുങ്ങളെ നിൽക്കുന്നു. പിന്നെ ദിവസം കഴിഞ്ഞു പോകാൻ ഇപ്പൊ ഒരു മാർഗവുമില്ല. അപ്പൊ പിന്നെ ലോൺ എടുത്താൽ പിന്നെ ഉള്ള കിടപ്പാടം കൂടെ ഞങ്ങൾക്ക് നഷ്ടമാകത്തില്ല, 2 പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് അതിനൊന്നും മുതിരാതെ ഇങ്ങനെ ഉള്ളതിനകത്ത് ചുരുണ്ടുകൂടി വെള്ളത്തിനകത്തായാലും കഴിഞ്ഞുകൂടാ. ഈ ഒരു മഴക്കാലം വന്നിട്ട് നാഴി അരി വെക്കാൻ പോലും ഞാൻ വിട്ട പാട് എനിക്കറിയാം. എന്ന് വെച്ചാൽ വെള്ളം കയറിപ്പോയി താഴെ അടുപ്പിനകത്ത് മൊത്തം വെള്ളം കയറിയിട്ട് ചോറ് വെക്കാൻ പോലും എന്റെ കുഞ്ഞുങ്ങൾ സത്യം പറഞ്ഞെങ്കിൽ കുറച്ച് ദിവസം വയറ് നിറച്ചു പോലും ആഹാരം കൊടുക്കാൻ പറ്റിയില്ല, സത്യമായിട്ടും അത്. കാരണം ചില കുക്കറിനകത്ത് എത്രമാത്രം ഇച്ചിരി അറിയുള്ള കുക്കറിനകത്ത് അരി വെക്കാനൊക്കെ ഉള്ളത് കൊണ്ട് മുള ഉടച്ചു വരെ എന്റെ കുഞ്ഞുങ്ങൾ കഴിച്ചു ഈ മഴ സമയത്ത്. എന്ന് വെച്ചാൽ ഇപ്പോഴും അതുപോലെ അനുഭവിക്കുക. പണിയില്ലാതെ മഴയാകുമ്പം കൂലിപ്പണിക്കാർക്ക് പിന്നെ ജോലിക്ക് പോകാൻ പറ്റിയില്ലല്ലോ. എന്റെ കുഞ്ഞുങ്ങൾ ഇത്രയും വിഷമം വെച്ചാൽ അതുങ്ങൾക്ക് ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ തുണി മാറാൻ പോലും പറ്റുന്നില്ല. ഇതിനകത്താണെങ്കിൽ ഓടി വന്ന് ശരിയാക്കും, പെൺകുഞ്ഞുങ്ങളല്ലേ, ഓടി വന്ന് അനിയനാണേലും അവന് ഓടി വന്ന് മോനെ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അവൻ അറിയത്തില്ല. അതുങ്ങൾ ഒരു തുണി മറച്ചിട്ട് അതിനകത്ത് തുണി മാറുന്നതിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് സാറിനോട് പറയുന്നത്, ഞാൻ സുരേഷ് ഗോപി സാറിനോട് ഒരുപാട് സഹായം സാറ് ചെയ്യുമെന്ന് കണ്ടിട്ട് ഞാൻ തന്നെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മോനെ എവിടെയെങ്കിലും ആരുടെയെങ്കിലും നമ്മുടെ ഫോണിനകത്ത് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ആരുടെയെങ്കിലും ഫോണിൽ പോയി എന്ന് നോക്കി ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു സഹായം നിങ്ങളെങ്കിലും പോയി പറഞ്ഞു, നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യത്തിനെങ്കിലും ആവുമല്ലോ, നിങ്ങൾക്ക് അടച്ചുപൂട്ടി ഉള്ള മുറിക്കകത്ത് എവിടെയെങ്കിലും ഒന്ന് കിടക്കാവല്ലോ, അല്ലെ തുണി മാറാവല്ലോ. അമ്മയ്ക്കൊണ്ടും അച്ഛനെ കൊണ്ട് യാതൊന്നും പറ്റുന്നില്ല, നിങ്ങളെങ്കിലും ആരോടെങ്കിലും ഒന്ന് ചോദിച്ചാൽ ആരോടെങ്കിലും ഒരു സഹായം ചെയ്യുന്നുള്ള ഞാൻ ഒരുപാട് കുഞ്ഞുങ്ങളോട് വയ്ക്കും. അപ്പം ഇവരൊരു
ഒരുപാട് സഹായിക്കുന്നു വിശ്വസിക്കുന്നു. ഒരു സാറിന്റെ എല്ലാ മനുഷ്യനോടുള്ള സ്നേഹവും കുഞ്ഞുങ്ങളോടുള്ള ഒരു ഇതും കുഞ്ഞുങ്ങളുടെ വിഷമങ്ങൾ പറയുമ്പോൾ അദ്ദേഹം സഹായിക്കുന്നതും ഒക്കെ ഞങ്ങൾ കാണാറുണ്ട്. അദ്ദേഹം ഉറപ്പായിട്ടും ഇത് കണ്ടാൽ സഹായിക്കുമെന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അദ്ദേഹം സഹായിക്കുമെന്നുള്ള. നിങ്ങൾക്ക് എന്താ ആവശ്യം? എന്താ ഞങ്ങൾക്ക് ഒരു അടച്ചുപൂട്ടുള്ള ഒരു പേരന്റ് കുഞ്ഞുങ്ങളെ കൊണ്ട് സുരക്ഷിതമായിട്ട് അതുങ്ങളെ ഒന്ന് കിടത്താനും അതുങ്ങൾക്ക് പഠിക്കാനും ഉള്ള ഒരു സാഹചര്യം, അതാണ് ഏറ്റവും വലുത്.